ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങളെ, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവരെ, ആത്മവിശ്വാസമില്ലാത്തവരെ, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രുതികടെ ഒരുമിച്ച് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, കാലവർഷത്തിന്റെ കെടുതികളെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നിറയട്ടെ, എല്ലാവരിലും നിറയട്ടെ. ഒരുമിച്ച് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിന്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിന്റെ കരങ്ങളിലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ഒരുമിച്ച് എല്ലാവരും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Help those who have all kinds of troubles. കർത്താവിന്റെ വചനമാണ് 1 കൊരിന്ത്യർ 1:4. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിന്റെ വചനത്തിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ ആദ്യം ഒരു സാക്ഷി, ഇന്ന് ഈ ആഴ്ചയിലുണ്ടായ ഒരു സാക്ഷ്യം പറയാൻ. പെട്ടെന്ന് ആ സാക്ഷ്യം ഇപ്പോൾ 35,000 പേര് കൂടിയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ പോയിട്ട് ആ സാക്ഷ്യം ഒന്ന് നോക്കുന്നത് കൊള്ളാം. അതൊരു മാതൃകാ സാക്ഷ്യമാണ്. മാതൃകാ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റ് വൈസുകളും റിച്ചായിരിക്കും. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളില്ലേ. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും ഈ ക്രിസ്തു എങ്ങനെയാണ്, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഇവിടെ കടലുണ്ട്, അതേസമയം തന്നെ തീരവുമുണ്ട്. കടൽ ശാന്തമാകുന്ന സ്ഥലമുണ്ട്, സമയമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കടൽ പ്രക്ഷുബ്ധമാകുന്നത് നല്ല മഴയും കോളും ഉണ്ടാകുന്ന കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകും. അപ്പോൾ പ്രക്ഷുബ്ധമാകണ്ട മഴയും കോളും നമ്മൾ മാർച്ച് മാസത്തിലേ മാത്രമേ ഇപ്പോൾ വരൾച്ചയുള്ളൂ. നമ്മൾ ഡിസംബർ മാസം മുതൽ വരൾച്ച തുടങ്ങും. അപ്പം മാർച്ച് മാസം വരെയുള്ള വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. ഈ ഭൂമിയിലെല്ലാം വെള്ളമെല്ലാം പോയി കായലിലും പുഴയിലുമൊക്കെ കെട്ടി വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർച്ച് മാസത്തിലും നല്ല വരൾച്ച ഉള്ളപ്പോഴും ജപ്പാൻ കുടിവെള്ളമായിട്ട് ടാങ്കിലടിച്ച് കയറ്റിയിട്ട് ബ്ലീച്ച് ചെയ്ത് നമുക്ക് തരികയാണ്. അപ്പോൾ ഈ സമയത്ത് മഴ വേണ്ട, കടൽക്ഷോഭം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകാത്തല്ലേ. പക്ഷെ നമുക്കെന്ത് പറ്റും, ഡിസംബർ മാസം മുതൽ വരൾച്ച ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം. ഈശോ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 20:13. മത്തായി 20:13. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതിതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ഓരോ പദ്ധതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളോട് അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവപിതാവ് ഈശോയോട് അനീതി ചെയ്തെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈശോ പറയണത് എനിക്ക് കിട്ടിയ പീഡാനുഭവത്തെ ഞാൻ അനീതിയായിട്ട് കാണുന്നില്ലെന്നാണ് പറയണത്. അതാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ സങ്കടങ്ങളോട് അസഹിഷ്ണുത കാണിക്കേണ്ട. അതെന്താണ്, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, വിളമ്പണത് ഭക്ഷിക്കുക. അതാണ് കർത്താവിൻ്റെ നിലപാട്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 10:8. ലൂക്ക 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അടുത്ത വചനം എന്താ? അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവർ, ഇപ്പം നിങ്ങളൊരു പത്രം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് അയ്യോ ഇത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. അത് സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് സ്വീകരിക്കാനും പറഞ്ഞിട്ടില്ല, അവർക്ക് കൃപയില്ല. കർത്താവിനെ സ്വീകരിക്കാനുള്ള കൃപ അവർക്കില്ല. അപ്പം അവരോട് കർത്താവ് വിളിച്ച പോലെ കർത്താവിനോട് ഒരാൾ തർക്കിച്ചില്ലേ, ഞാൻ രാവിലെ മുതൽ പണിപ്പെടുന്നതാണ്, എനിക്കൊരു ധനാറ് കിട്ടിയെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയുന്നത്, സ്നേഹിത, നയപരോടാണ് സംസാരിക്കുന്നത്. സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും. സൗമ്യത ഒരു പ്രധാനപ്പെട്ട സുവിശേഷ വേലക്കാരനെ
പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൗമ്യത. ബേസിക്കായിട്ട് ആരാണ് ഉടമ്പടി എടുത്തവർ? കഴിഞ്ഞ ദിവസങ്ങളിലെ ടിജി ജസ്റ്റോ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷിയുണ്ട്. അപ്പോൾ അവള് ടിജി ജസ്റ്റോ നല്ല സാക്ഷിയാണ്, നിങ്ങൾ വായിക്കണേ. ഈ സാക്ഷ്യത്തിൻ്റെ ഇതിൻ്റെ ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയണത് ജീവശാസ്ത്ര വളർച്ച എന്ന് പറഞ്ഞ രസമാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ടിജി പറയണത്, ഞാൻ കാനഡയിൽ -30 ആകുമ്പോൾ ഞാൻ 3/4 മണിക്കൂർ നടന്നു കൊണ്ടുപോയി ഈ പത്രം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രമാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു കെട്ടല്ല 5 കെട്ട് പത്രമാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ 5 കെട്ട് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് കൊടുക്കാൻ ഞാൻ ആൾക്കാർ അറിഞ്ഞവർക്ക് കൊടുക്കത്തില്ല, ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുക്കണത്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇംഗ്ലീഷുകാരെ നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉൾനാട്ടിലേക്ക് നടന്നു പോകേണ്ടി വരും. അപ്പം നടക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അന്ന് 20 പോസിറ്റീവ്, +20. 20 പോലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഇവരെന്താ പറയണത്? 50 പറയണത്. 20 കൂടിയിട്ട് 0 ആയിട്ട് പിന്നെ -20. നമ്മുടെ കൈ പുറത്ത് വന്നാൽ മരവിച്ചാൽ ചിലപ്പോൾ അത് ചെത്തിക്കളയാനേ പറ്റത്തുള്ളൂ. -30 എന്ന് പറയണത്. -30 ഈ കൃപാസനം പത്രം കൊണ്ട് ഇംഗ്ലീഷുകാർ കർത്താവിനെ നിന്ന് അകന്നു പോകുന്ന ഇംഗ്ലീഷുകാരെ തിരക്കി ഇവർ പോവുകയും. അപ്പോൾ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഐ എം എ മരിയൻ മിഷണറി. പരിചയപ്പെടുത്തണത് തന്നെ കേട്ടാൽ നമ്മുടെ തൊണ്ടയിടറും. എന്തോ ഒരു വല്ലാത്തതാണ്. ഇത് അവരോട് പറയണത്, സാർ ഐ ആം എ മരിയൻ മിഷണറി. എന്താണ്? ഞാൻ ഈ മഞ്ഞിൻ്റെ അകത്ത് നടന്ന് ഇവിടെ വന്ന് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു മരിയൻ മിഷണറി ആയതുകൊണ്ടാണെന്ന്. കർത്താവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു പ്രേക്ഷിതയാണ്. ഇതാണ് ഈ പ്രേക്ഷിതരെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങളുടെ വിഷയം മറക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. ഇതാണ് ഉടമ്പടിയിൽ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷയം നിങ്ങൾ മറക്കണം. നമുക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മുടെ വിഷയം തന്നെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി. ചിലർക്കത് ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് ഓർക്കണത് രാവിലെയുള്ള പ്രത്യക്ഷ പ്രാർത്ഥന ഓർക്കും. വൈകുന്നേരം നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അതും പ്രത്യക്ഷീണ പ്രാർത്ഥന പോലെ തന്നെ മസ്റ്റാണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവിടെ തിരികെത്തിച്ച് മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രഖ്യാപനം ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ താവരെ ഇരുന്ന് വൈകുന്നേരം ചില സമയത്ത് വീട്ടിലുണ്ടാകത്തില്ല. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ചിലർ 11 മണിയാകുമ്പോൾ ആ പ്രത്യക്ഷ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സന്ധ്യക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്പോഴെന്താ എന്താ അപ്പോൾ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും. നിങ്ങളിപ്പോൾ ടിജിയുടെ അവസ്ഥ കണ്ട, ടിജിനെ കണ്ടാൽ ഇനി ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ? ടിജി ദൈവത്തിൻ്റെ ആളാണെന്ന് അവൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആളാണെന്നുള്ള കാര്യം. ഈ ഭൂമിയിൽ ഉടമ്പടി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ദൈവത്തിൻ്റെ ആളാകാൻ വേണ്ടിയാണ് എടുത്തതെന്ന് പറയണം. നിങ്ങളെ പറയണ IELTS പാസ്സാകാനാണെന്നൊക്കെ പറയുന്നത്. IELTS പോലും ഈ ടിജിയുടെ ജസ്റ്റോ എന്നാണ് ഭർത്താവിൻ്റെ പേര്. ജസ്റ്റോയും ടിജിയും കൂടിയാണ് ഇപ്പോൾ കാനഡയിൽ പോയിരിക്കണത്. ഇപ്പം ജസ്റ്റോയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വേറെ ഒരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റോ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് പഠിച്ചിട്ടില്ല. പക്ഷേ ടിജിയെ കല്യാണം കഴിച്ചപ്പോൾ ഇവർ കുടുംബമായിട്ട് അവിടെ പോയതാണ്. കാരണം ടിജിക്ക് അവിടെ ജോലി കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ ഒരു ജോലി തിരക്കി പോയതാണ് കുടുംബസമേതം. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറേയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ജസ്റ്റോ എന്ന് പറഞ്ഞ ഭർത്താവിന് IELTS എഴുതാതെ അവിടുത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ജോലി സംബന്ധമായ കാര്യമോ വിസയോ PR ഒന്നും നടക്കത്തില്ല. അപ്പോൾ ജസ്റ്റോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എങ്ങനെയാണ് 10ാം ക്ലാസ് മാത്രം പാസ്സായ തനിക്ക് എങ്ങനെയാണ് IELTS പാസ്സാകാം? അത് മലയാളം മീഡിയത്തിലാണ്. എങ്ങനെ പാസ്സാകാൻ പറ്റണമെന്ന് അറിയത്തില്ല. പക്ഷേ ടിജി എന്താ പറയുക? ടിജിക്ക് ഭയങ്കര ഉറപ്പാണ്, നിങ്ങൾ എഴുത്, നമ്മളെ കൊണ്ടുവന്നത് മാതാവാണ് ഇവിടെ. ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രിയിൽ. അപ്പം ഞാൻ ഈ തൈലം എടുത്തിട്ട് തൊണ്ടയിൽ ഇങ്ങനെ പുരട്ടി തൈലം എനിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതും ലോക്കറ്റ് തലയുടെ ഇടയിൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. തൈലം ഞാൻ തൊണ്ടയിൽ 2 സൈഡിലും പുരട്ടിയിട്ട് പിറ്റേ ദിവസം എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി ഇത് എൻ്റെ ഫ്രണ്ടിന് ചെയ്തിട്ട് എത്ര ദിവസം കൊണ്ടാണ് ചേച്ചിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അത് ആ തൈലം പുരട്ടിയതിൻ്റെ ഇതാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ പിറ്റേ ദിവസം തന്നെ സാധാരണ പോലെ സംസാരിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് ചിലപ്പോൾ വഴിയിൽ കാണുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ബസ്സിൽ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് തന്നെ ആർക്കെങ്കിലും കാണുമ്പോൾ കൊടുക്കും. പിന്നെ ഞാൻ കോളേജിൽ ഞാൻ വിദ്യാനികേതൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ഓഫീസ് സ്റ്റാഫായിട്ട്. അപ്പോൾ അവിടെ ഓഫീസിൽ കൊടുക്കും. പിന്നെ ടീച്ചേഴ്സിന് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ജോലി സ്ഥലത്താണെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചോദിച്ചു വന്നാൽ അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ ബൈബിള് കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൽപ്പത്തി മുതൽ ഞാനൊരു സാമുവേൽ വരെയും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സർജറി വന്നത്. പിന്നെ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. ഇനി ഇപ്പോൾ രണ്ടാമതെല്ലാം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ പറ്റാത്തൊരു ഇതൊക്കെയായിരുന്നു, റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ജോളിമ്മ. ഞാൻ ചങ്ങനാശ്ശേരി വെരൂർ സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. ഞാൻ 2020 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 2020 ഫെബ്രുവരി 12 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ മകളുടെ കല്യാണം 2019 നടന്നു. അവളുടെ ഭർത്താവ് ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവൾക്ക് അങ്ങോട്ട് പോകുവാൻ ആദ്യമിട്ട വിസ ക്യാൻസലായി. പിന്നെ അവൾക്ക് വളരെ വിഷമമായി. ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. 2021 ഒക്ടോബർ മാസത്തിൽ അവൾക്ക് അവളുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് പോകാൻ സാധിച്ചു. അത് അന്ന് കൊറോണ സമയമാണ്. 1 മാസത്തെ ക്വാറൻറ്റൈനിൽ അവൾ ദുബൈയിൽ 15 ദിവസം 11 ദിവസം ഓക്ലൻഡിൽ ഇരുന്ന ശേഷമാണ് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് എത്തിയത്. അവൾ അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. ആ പ്രഗ്നൻ്റായ സമയത്ത് ജോലി കിട്ടുകയില്ല എന്ന് അവിടുത്തെ എല്ലാവരും പറഞ്ഞു. അവിടുത്തെ അത് നിയമമാണ്. പ്രഗ്നൻ്റ് ആയാൽ അവരവിടെ ഉടനെ തന്നെ ജോലി നൽകുകയില്ല. എങ്കിലും അവൾ 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കവിടെ ജോലി ലഭിച്ചു. അങ്ങനെ അവൾ ഡിസംബർ 21 നവംബർ 15 ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി. പിന്നെ കൊറോണ സമയമായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്ക് ആ സമയത്ത് പോയതുകൊണ്ടും തുടർന്ന് വരുവാൻ സാധിച്ചില്ല. 2023 മെയ് മാസം 20 ഞാൻ പുതുക്കുവാൻ വന്നത്. അന്ന് ഞാൻ നിയോഗമായി എൻ്റെ വീടിൻ്റെ പണി എനിക്കൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് സാമാന്യം ഒരു നല്ല ഭവനം ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് വീടിന് ഒട്ടും മുറ്റമില്ലായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് ഞങ്ങളുടെ വണ്ടി മാത്രമേ ഇടുവാൻ സാധിക്കുകയുള്ളായിരുന്നു.
വെളിയിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ റോഡിൽ നിർത്തിയിട്ട് ഇട്ടിട്ട് ഓടി എന്തെങ്കിലും ആവശ്യമൊന്നും വരുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഓണടി കാരണം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു. പിന്നെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീടുകളിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അത് ഞങ്ങൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വീട് അന്ന് പൊളിച്ച് പണിയാൻ എൻ്റെ ജീവിത പങ്കാളി അനുവദിച്ചില്ല. കാരണം വീട് പൊളിച്ച് കളയാനായിട്ട് കോൺക്രീറ്റ് വീടായിരുന്നു. അത് പൊളിച്ച് കളയുവാൻ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി അങ്ങ് ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മകൻ പറഞ്ഞു, അച്ചാച്ച ഞാൻ ഈ വീട് പണിയണമെങ്കിൽ മുറ്റം കിട്ടാതെ ഞാൻ ഈ വീട് പണിയത്തില്ല. അങ്ങനെ അവൻ അച്ചാച്ചനോട് പറഞ്ഞെങ്കിലും അച്ചാച്ചൻ അന്നേരം ഒന്നും സമ്മതിച്ചില്ല. ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ചാച്ചൻ്റെ മനസ്സ് പെട്ടെന്ന് മാറുകയും ഞങ്ങൾ ആ വീട് പണി 3-4 കോൺട്രാക്ടർമാരെ കൊണ്ട് കാണിച്ചു.